നമസ്കാരം. ഹലോ. ഹായ്. ഓക്കെ. ഹായ്. ഹലോ. ഹായ്. ഞാൻ ഡോക്ടർ ശ്യാം. ആൻഡ് വെൽക്കം ടു ശ്യാമാഞ്ജനം. ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. ഞങ്ങള് ബൈ റോഡ് ബൈക്കിലാണ് പോകുന്നത്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയാണ് പോകുന്നത്. ഒരു 10-40 ദിവസത്തെ ട്രിപ്പാണ് വിചാരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പാക്ക് ചെയ്യാറ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ആരെങ്കിലും ഇതുപോലെ പോകാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപകാരമാണെങ്കിൽ ഉപകാരമായിക്കോട്ടെ വെച്ചിട്ടാണ് ഞങ്ങൾ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എല്ലാം ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം. ഓരോ കാറ്റഗറി ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തുടങ്ങാം. ഫസ്റ്റ് എയ്ഡ് കിറ്റ്, കുറച്ച് ഇന്റേണൽ മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം പറയാം. നമ്മൾ എടുക്കുന്നത് വെച്ചാൽ ഒരു എക്സ്ട്രാ ബാഗ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കർപ്പൂരമുണ്ട്, കുറച്ച് ഹില്ലി ഏരിയാസിലൊക്കെ പോകുമ്പോൾ ആവശ്യം ഉണ്ടാവും. അതുപോലെ അമൃതാഞ്ജൻ്റെ ഒരു സ്പ്രേ, പിന്നെ കുറച്ച് ഇലക്ട്രോലൈറ്റ്സ്, കുറച്ച് അഡ്ഹസീവ്സ്, പിന്നെ കുറച്ച് വൈപ്സ്, ഡെറ്റോൾ വൈപ്സ് എടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഓയിൻമെൻറ്റ്സ്, ടോപ്പിക്കൽ ഓയിൻമെൻറ്റ്സ് എടുക്കുന്നുണ്ട്. ഒരു ക്രീപ്പ് ബാൻഡേജ് എടുക്കുന്നുണ്ട്. ഗോസ് ഉണ്ട്, മൈക്രോപോർ ഉണ്ട്, കുറച്ച് ആൻറ്റിസെപ്റ്റിക് ക്രീം ഉണ്ട്. അതുപോലെ കുറച്ച് കോട്ടണും ഉണ്ട്, കുറച്ച് ഗോസ് ഉണ്ട്. പിന്നെ നമ്മുടെ ബാൻഡേഡ് ഉണ്ട്. പിന്നെ ഹിമാലയം പോലത്തെ റീജൻസിലൊക്കെ പോകുന്നില്ല, ലഡാക്കിലൊക്കെ എത്തുമ്പോഴത്തേക്കുള്ള അപ്പോൾ മൂക്കടപ്പൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഒരു ബ്രസോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റിനകത്ത് നമ്മൾ വച്ചേക്കുന്നത്. ഇത് കൂടാതെ നമ്മൾ കുറച്ച് ഇന്റേണൽ മെഡിസിൻസ് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് കരുതണം. കാരണം നമ്മളൊരു ലോങ് ട്രിപ്പ് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഫുഡ് പോയ്സണിങ്, അതുപോലെ ഗ്യാസ് ട്രബിൾസ്, കോൺസ്റ്റിപ്പേഷൻ, ഇതുപോലത്തെ ഇതൊക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഞങ്ങൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോടെയും ആയുർവേദിക് മെഡിസിൻസോടെ ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ അത് കുറച്ച് ഞങ്ങൾ കാണിച്ചു തരാം. എല്ലാം കാണിച്ചു തരില്ല, ജസ്റ്റ് ഇങ്ങനെ മെയിനായിട്ട് നമുക്ക് ഉള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് നമുക്ക് ഫുഡ് പോയ്സണിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ എന്തെങ്കിലും ഉണ്ടായാലുള്ള മെഡിസിൻസ് ഉണ്ട്. വയറിൻ്റെ ഗ്യാസ് ട്രബിൾസ് ഉണ്ടാകാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അതിനുള്ള മെഡിസിൻസ് ഉണ്ട്. കൂടാതെ കുറച്ച് വാസലിൻ, കുറച്ച് ജെൽസ്, ഇതൊക്കെയാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ, പിന്നെ ഇൻഹേലർ ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങളൊരു കിറ്റാക്കി തന്നെ വെച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും മുകളിൽ ഉണ്ടാവും. കൂടാതെ ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡ്രസ്സുകളെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ ഡ്രസ്സ് ക്യാരി ചെയ്യുന്നുണ്ട്. ഇത്രയും ദിവസമാണ്, 45 days ആണ്, നമുക്ക് എല്ലാം ഒന്നും ക്യാരി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ളത് മാത്രമേ ക്യാരി ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് പുറമേ ഇടാനുള്ള ഒരു ജാക്കറ്റാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ലെയറിംഗ് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഇടാനായിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഹോട്ടൽ റൂംസിൽ നിൽക്കുമ്പോൾ ജസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പെയർ എടുത്തിട്ടുള്ളൂ. കൂടാതെ 2 ടീഷർട്ട്സ്, കുറച്ച് എക്സ്ട്രീം ക്ലൈമറ്റിലാണ്, അപ്പോൾ ചൂടുള്ള സമയത്ത് ഇടാൻ പറ്റുന്ന 2 ടീഷർട്ട്സ്. അതുപോലെ UV പ്രൊട്ടക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു 2 ടീഷർട്ട്സ് വെച്ചിട്ടുണ്ട്. UV പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണിത്. ഇത് നമ്മൾ ഡെക്കാത്തലോണിൽ അവൈലബിൾ ആണ്. അതുപോലെ 2 ടൈറ്റ്സ്, നമ്മുടെ പാൻറ്റിൻ്റെ റൈഡർ ജാക്കറ്റ്, റൈഡർ പാൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിന് കീഴേ ഇടാനുള്ള 2 ടൈറ്റ്സ് ഉണ്ട്. ഇതുകൂടാണ്ട് 2 ചുരിദാറിൻ്റെ ടോപ്പ് ഉണ്ട്. അഥവാ എന്തെങ്കിലും വേണ്ടി വന്നാൽ എന്ന് വെച്ചിട്ട് 2 കരുതിയിട്ടുണ്ട്. കൂടാതെ ഒരു ജെഗിൻസ്, ഒരു ലെഗിൻസ്. ഇത്രയാണ് എൻ്റെ ഇതിനകത്ത് വരിക. കൂടാതെ എൻ്റെ കുറച്ച് മേക്കപ്പ് എസെൻഷ്യൽസ്. ഇത് മിക്കതും വാട്ടർ പ്രൂഫാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വാട്ടർ പ്രൂഫായിട്ടുള്ള സാധനങ്ങളെ ഉപയോഗിക്കാൻ പറ്റും. കാരണം നമ്മൾ പോകുമ്പോൾ മഴ, എക്സ്ട്രീം വെയിൽ ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ഒലിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വാട്ടർ പ്രൂഫ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഡ്രസ്സിന്റെ കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോണത്. അപ്പൊ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്ന ഡ്രസ്സാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട്. ഇത് വേറൊരു ടീഷർട്ടാണ്. ഇത് ഒരു ട്രൗസറാണ്. നമ്മൾ ഹോട്ടൽസിലൊക്കെ നിൽക്കുമ്പോൾ ഇടാൻ ഏറ്റവും സൗകര്യമായിട്ടുള്ള ഒരു ട്രൗസറാണ്. ഇത് ഒരു ടൈറ്റ്സ് ആണ്. നമ്മൾ റൈഡിങ് പാൻറ്റിന്റെ അടിയിൽ ടൈറ്റ്സ് ഇട്ടിട്ടാണ് പോവുക. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നനഞ്ഞാൽ മഴ ഉണ്ടാവാൻ സാധ്യത ഉള്ളതാണ്. അപ്പം മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മെഷ് പാൻസ് ആണ്. അപ്പം നനഞ്ഞാൽ ടൈറ്റ്സ് ആണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും. അണ്ടർവെയർ ആകുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. 2 അണ്ടർവെയർ ഉണ്ട്, എടുത്തു വെക്കുന്നുണ്ട്.
പിന്നെ ഒരു പാന്റാണ് എടുക്കുന്നത്. ഇത് ജീൻസിന്റെ അത്ര കട്ടിയില്ല, മാത്രമല്ല ഇത് റഫായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. വലിയ പ്രശ്നം വരാത്ത ഒരു പാന്റാണ്. ഒരു ബെൽറ്റും, അതും ഒരു ക്ലോത്ത് ടൈപ്പ് ബെൽറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അധികം ഒരു സ്പേസ് പോവാണ്ടിരിക്കാം. ഇത്രയാണ് ഞാൻ ഡ്രസ്സ് എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. അപ്പോൾ ഇനി വിന്റർ ഗിയേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വിന്റർ നമ്മൾ നേരത്തെ പറഞ്ഞത് സമ്മർ ഗിയേഴ്സ് ആയിരുന്നു മോസ്റ്റ് ഓഫ് ദം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിന്റർ ഗിയേഴ്സ് ആണ്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ഹാൻഡ് വാർമേഴ്സ്, കുറച്ച് ലെഗ് വാർമേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് അതൊന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മുടെ കയ്യിലോ കാലിലോ നമുക്ക് തണുപ്പനുസരിച്ച് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ കുറച്ച് ലെഗ് വാർമേഴ്സും കുറച്ച് ഹാൻഡ് വാർമേഴ്സും ഉണ്ട്. പിന്നെ നമ്മുടെ ക്യാപ്പ്, അതുപോലെ ഒരു ഇന്നർ ലെയർ, തെർമൽ ലെയർ, അതുപോലെ ഒരു സ്കാർഫ്, അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള വേറൊരു സ്കാർഫ്, അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പാൻറ്റും അതിൻ്റെ പോലെ തന്നെ തെർമൽ ബനിയൻ, ഗ്ലൗസ് ഉണ്ട്, അതുപോലെ വാട്ടർ പ്രൂഫായിട്ടുള്ള ഗ്ലൗസ്, അത് രണ്ടുപേർക്കും ഓരോ പെയർ വീതം, പിന്നെ 2 തൊപ്പി. ഇതാണ് നമ്മുടെ ഏറ്റവും ഇന്റേണൽ ലെയറായിട്ട് വരാം. ഇത് ഗ്ലൗസ് എക്സ്റ്റേണലും ഇന്റേണലും ഉണ്ട് ഇതിനകത്ത്. അതുപോലെ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ പഫർ ജാക്കറ്റ്സ് ആണ്. ഇത് ക്യാരി ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, ഒട്ടും വെയിറ്റ് ഇല്ല. ഇത് എവിടെ വേണമെങ്കിലും കയറ്റി വയ്ക്കുകയും ചെയ്യാം. നല്ല -5 ഡിഗ്രി സെൽഷ്യസ് വരെ അതിന് ടെമ്പറേച്ചർ മെയിൻ്റെനൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് എടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഓൾമോസ്റ്റ് 2 to 4 പെയർ ഓഫ് സോക്സ് ഇതാണ് ഞങ്ങൾ ക്യാരി ചെയ്യണത് വിന്റർ ഗിയർ ആയിട്ട്. അതുപോലെ തന്നെ മോയ്സ്ചറൈസർ വെരി മസ്റ്റാണ്. പിന്നെ ഈ കോസ്മെറ്റിക്സിൽ പറയാൻ മെയിനായിട്ടുള്ളത് ഒരു ഫേസ് വാഷും ഉണ്ട്, ഒരു ഡീടാൻ പാക്കും ഉണ്ട്. കാരണം ഒബ്വിയസ്ലി സണ്ണിലാണ്, ഫുൾ ടൈം ചൂടാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ക്യാരി ചെയ്യുന്ന എസെൻഷ്യൽസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ടാങ്ക് ബാഗിൽ എന്തൊക്കെയാണ് പോകണമെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഒരു എക്സ്ട്രാ നമ്മുടെ ഇപ്പോൾ ഞങ്ങൾ ട്രിപ്പിന് നടന്നൊക്കെ പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതൊരു വാട്ടർ പ്രൂഫ് ജാക്കറ്റാണ്. ജസ്റ്റ് ഇൻ കേസ് ഒരു മഴയത്തെങ്ങാനും ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ഉള്ളതാണ്. റെയിൻ ഗിയർ വേറെ തന്നെ ഉണ്ട്, ഇത് അല്ലാതെ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് എൻ്റെ മാഡ് ഡോഗ് ആൽഫ എന്നുള്ളൊരു മോഡൽ ഓക്സ് ലൈറ്റ്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കവേഴ്സാണ്. അപ്പോൾ അതുണ്ട്. ഇത് നമ്മുടെ റാം മൗണ്ട്, അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു കീ ആണിത്. നൈഫ്, ബിസ്ക്കറ്റ്, ഗോഗിൾസ്. ഇത് ഒരു മാസ്ക് ആണ്. നമ്മുടെ ഡെക്കാത്തലോണിൽ നിന്ന് വരുന്നൊരു മാസ്ക് ആണ്. നമുക്ക് ജസ്റ്റ് തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ ഇടാൻ പറ്റുന്ന ഒരു മാസ്ക് ആണ്. ഞാൻ വെറുതെ എടുത്ത് വെച്ചു എന്ന് മാത്രം, ജസ്റ്റ് ഇൻ കേസ്. ഇത് നെറ്റ് ബഞ്ചിയാണ്. ഒരു പവർ ബാങ്ക്. ആൻഡ് ഇത് നമ്മുടെ പരാനി എന്നുള്ള ആ ബ്ലൂടൂത്ത് കമ്മ്യൂണിക്കേഷൻ ഡിവൈസിന്റെ ചാർജറാണ്. ഇത് നമ്മുടെ ബൈക്കിന്റെ ചെയിൻ ക്ലീനർ, ലൂബ് ആൻഡ് WD-40. അപ്പോൾ ചെറിയത് നമുക്ക് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ദിവസവും ഇത് വേണ്ടി വരും, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു എക്സ്ട്രാ ടവൽ, ഒരു എക്സ്ട്രാ ക്യാരി ബാഗ്, എന്തെങ്കിലും പെട്ടെന്ന് വാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുള്ള ബാഗ്. ഇത് ഒരു തെർമൽ ബ്ലാങ്കറ്റ് ആണ്, എമർജൻസി സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് എ മൾട്ടി ടൂൾ. ഇത് നമ്മുടെ സൈക്കിളിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്, പക്ഷേ നമ്മുടെ ബൈക്കിനും ഇത് ഉപയോഗിക്കാം. ഇത് നമ്മുടെ ടോയ്ലറ്റ് സീറ്റ് കവർ, ബാലക്ലാവ, ഗ്ലൗസ്. സോ ഇത്രയാണ് എൻ്റെ ഈ ഇതിലുള്ളത്. ഓഫ് കോഴ്സ് ഐ ഹാവ് സം, ഇതിൽ കുറച്ച് മാസ്ക്, അതുപോലെ സാനിറ്റൈസർ ഉണ്ട്. ഈ സൈഡിൽ കുറച്ച് എമർജൻസി ലൈറ്റ്സ്, ഇങ്ങനത്തെ ലൈറ്റ്സ് ഉണ്ട്, ഹെഡ് ലാമ്പ്. പിന്നെ ഇത് നമ്മുടെ ലോക്ക് ത്രെഡ് എന്നുള്ളൊരു ഐറ്റമാണ്. കുറച്ച് ഫോട്ടോസ്. ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള. ഒരു ചീർപ്പ് വെച്ചിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മുടി കിടവും. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇതിലുള്ളത്. ഇതിലൊരു മാപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൊളാപ്സിബിൾ ഫണലാണ്. ഇത് നമ്മുടെ എന്തെങ്കിലും പെട്രോൾ ഒഴിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നട്ട്സ് ആൻഡ് ബോൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ത്രെഡ് ലോക്ക് ഉണ്ട് ഇതിനകത്ത്. ഈ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബൈക്ക് കവാസാക്കി വേഴ്സസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ടയർ ഊരണം എന്നുണ്ടെങ്കിൽ ഇത് വേണം. അപ്പോൾ ഇതും അലോങ് വിത്ത് ഇതിൻ്റെ കൂടെയാണ് ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഇത് എമർജൻസി സിറ്റുവേഷൻസിന് വേണ്ടിയിട്ടാണ്.
ഇത് കുറച്ച് ഫ്യൂസാണ്, എൻ്റെ ബൈക്കിൻ്റെ ഫ്യൂസുകളാണത് ആവശ്യമുള്ളത്. ഇത് ടയർ ഇൻഫ്ലേറ്റർ ആണ്. എൻ്റെ നമ്മുടെ ക്യാപ്റ്റൻ ശങ്കർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് എറണാകുളത്തുള്ള, അദ്ദേഹമാണ് എനിക്കിത് ലെൻഡ് ചെയ്തത്. അപ്പോൾ ഓൾ താങ്ക്സ് ടു ഹിം. ഗൈസ്, ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ടയർ പങ്ക്ചർ കിറ്റാണ്. പ്ലയേഴ്സ്, വർക്കിംഗ് ഗ്ലൗസ് ആൻഡ് അതിലുള്ള സാധനങ്ങളാണ് നമ്മുടെ ടയർ പങ്ക്ചർ ഫിറ്റ് ഇത് ചെയ്യാനുള്ളത്. കുറച്ച് ഷാമ്പൂ ഉണ്ട്, സോ ദാറ്റ് യു ക്യാൻ ഇതിൽ വാട്ടർ ഫില്ല് ചെയ്തിട്ട് നമുക്ക് പങ്ക്ചർ ഉണ്ടോ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. ബാക്കി ഈ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ക്യാരി ചെയ്യുന്ന ബാക്ക് പാക്ക്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഉള്ള സാധനങ്ങൾ പറയാം. ഒരു പെപ്പർ സ്പ്രേ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ അതിനകത്ത് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഒരു നൈഫുണ്ട്, ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സ്മോൾ നൈഫാണ്. പിന്നെ ഒരു പെയിൻറ്റ് സ്പ്രേ ഉണ്ട്, കുറേ നേരമൊക്കെ ഇരിക്കുന്നതല്ലേ, അപ്പോൾ ഉപയോഗം വേണ്ടി വരും. പിന്നെ ഒരു ടോയ്ലറ്റ് സീറ്റ് സാനിറ്റൈസർ. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ പെട്രോൾ പമ്പ്, അവിടുത്തെ ഗ്യാസ് സ്റ്റേഷൻസൊക്കെ ഉപയോഗിക്കുന്നതിന് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതൊന്ന്. അതുപോലെ നമ്മൾ ഏതെങ്കിലും പ്രതലത്തിൽ തൊടുന്നതിന് മുന്നേ ചെയ്യാനുള്ള ഒരു സ്പ്രേ ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ഫ്രണ്ട് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ഞാൻ ക്യാരി ചെയ്യുന്ന ബാക്ക് പാക്കിൽ ഏറ്റവും ഫ്രണ്ട് ഇതൊക്കെയാണ് ഉണ്ടാവുക. അതുകൂടാതെ കുറച്ച് ഒരു പൾസ് ഓക്സിമീറ്റർ ഉണ്ട്. അതുപോലെ ഞങ്ങളുടെ 2 ID കാർഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഞങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ്, ഞങ്ങളുടെ എമർജൻസി കോൺടാക്ട് നമ്പർ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു ടാബ്ലറ്റ് പോലത്തെ ഒരു സോപ്പ്, അത് ഫ്രീക്വൻറ്റ് ഹാൻഡ് വാഷിങ്ങിന് ഉപയോഗം വരും. എൻ്റെ ATM കാർഡുണ്ട്, ഒരു ഹാൻഡ് ടവല്, വീണ്ടും സോപ്പ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് സൺസ്ക്രീൻ. 60+ SPF ഉള്ള സൺസ്ക്രീനാണ്, 2 പേർക്കും ഉപയോഗിക്കാവുന്നതാണ്. പുറത്തിറങ്ങുന്നതിന് മുന്നേ എന്തായാലും ഉപയോഗിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ ഒരു ഹാൻഡ് സാനിറ്റൈസർ, ഒരു സ്നിക്കർ ബാർ, എനർജി ബാർസ്, അതുപോലെ കുറച്ച് ORS വേണം. പിന്നെ അതുപോലെ ഇയർ പ്ലഗ്സ് ഉണ്ട്, ഹെൽമെറ്റിന് താഴെ ഉപയോഗിക്കാനായിട്ടുള്ളൊരു ഇയർ പ്ലഗാണ്. അപ്പോൾ അത്രയാണ് നമ്മുടെ സെക്കൻഡ് അരക്കകത്ത് വരുന്നത്. ഇനി തേർഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്നത് വെച്ചാൽ കുറച്ച് ഈ ഹാൻഡ് വാമേഴ്സ്, ഹാൻഡിൽ ഇടാനുള്ള സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ ഒരു റെയിൻ ക്യാപ്പ് വെച്ചിട്ടുണ്ട്, ഒരു സ്കാർഫുണ്ട്. പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ്. അതായത് അധികമൊന്നുമില്ല, നമുക്ക് ചൂടുവെള്ളം കിട്ടാൻ സൗകര്യമുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് ആണ്. നോറിൻ്റെ സൂപ്പ് പാക്കറ്റ്സ് വരുന്നുണ്ട്. ഒരു കപ്പ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 2 മിനിറ്റ് കാത്തിരുന്നാൽ സൂപ്പ് റെഡി. അതുപോലെ ഉപ്പുമാവ്, പോഹ, ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളും 3 മിനിറ്റ്സ് കൊണ്ട് റെഡിയാക്കാവുന്ന രീതിയിലുള്ളതുണ്ട്. അതുപോലെ സുഗന്ധപൂരിതമാക്കാനായിട്ട് ഒരു ഡിയോ, അതുപോലെ മിൻറ്റ്, അതാണ് പിന്നെ ഉള്ളത്. പിന്നെ ഒരു USB ചാർജറുണ്ട്. പിന്നെ മെൻസ്ട്രൽ കപ്പ്, ഓഫ്കോഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കുറച്ച് പാഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചീപ്പ്, പിന്നെ ഒരു വെറ്റ് വൈപ്പ്, ഒരു ടിഷ്യൂ പേപ്പർ, ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു കവറ്. അതുപോലെ മാസ്ക് N95 മാസ്കും വേണം, അല്ലാത്ത സാധാരണ സർജിക്കൽ മാസ്കും വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെയാണ് എൻ്റെ ബാക്ക് പാക്ക്. ഇത് ഞങ്ങളുടെ റെയിൻ ഗിയേഴ്സ് ആണ്. സോ ഐ ജസ്റ്റ് ഷോ യു എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം. ഇത് റൈനോക്സിൻ്റെ ജാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് റൈനോക്സിൻ്റെ ജാക്കറ്റ്, നമ്മുടെ ഒരു മോട്ടോടെക് എന്നുള്ള ഒരു കമ്പനിയുടെ പാൻസ്. പിന്നെ ഇത് നമ്മുടെ ബൂട്ടിൻ്റെ മുകളിൽ ഇടാൻ പറ്റിയ വാട്ടർ പ്രൂഫ് കവറിങ് ആണ്. അപ്പോൾ ഇത് വൈഫിന് വേണ്ടി വാങ്ങിച്ചതാണ്. ബിക്കോസ് ആളുടെ ഷൂസ് ഷോർട്ടാണ് ബൂട്ട്. അപ്പോൾ ഇത് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഡൗൺ. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ആളുടെ ഷൂസ്. അപ്പോൾ നനയാണ്ടിരിക്കാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുകയാണ്. ഇത് എൻ്റെ റെയിൻ ഗിയേഴ്സ് ആണ്. ഇത് വാട്ടർ പ്രൂഫ് ആൻഡ് നമ്മുടെ എന്താ പറയുക തണുപ്പിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്ലൗസ് ആണ്.
റൈനോക്സിൻ്റെ തന്നെ ജാക്കറ്റും മോട്ടോടെക്കിൻ്റെ പാൻറ്റുമാണ്. ഇതൊരു ജാക്കറ്റ് എക്സ്ട്രാ എനിക്ക് നമ്മുടെ IFMR എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, ഫെലോഷിപ്പ് ഗ്രൂപ്പ് റോട്ടറിയിലെ, അവരുടെ ജാക്കറ്റാണ്. സോ ഗൈസ്, ഇത് ടോയ്ലറ്ററീസ് ആണ്. ഞങ്ങളുടെ പേസ്റ്റ്, ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, സോപ്പ് പൗഡർ, ബിക്കോസ് ഞങ്ങൾ കുറച്ച് ഡ്രസ്സേ കൊണ്ടുപോകുന്നുള്ളൂ, അപ്പോൾ എന്തായാലും കഴുകേണ്ടി വരും. അപ്പോൾ അത് നെയിൽ കട്ടർ, ഡിയോ, പൗഡർ, സിസേഴ്സ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇതിൽ. ആൻഡ് ഷവർ ജെല്ലാണ് എടുത്തത്, ബിക്കോസ് ജസ്റ്റ് ടിപ്പാണ്. നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുത്തു വെക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇതാവുമ്പോൾ പെട്ടെന്ന് ഉണങ്ങും, എന്നിട്ട് ലൂഫ പെട്ടെന്ന് ഉണങ്ങും, എന്നിട്ട് നമുക്ക് എടുത്തു വെക്കാൻ എളുപ്പമുണ്ടാവും. ആൻഡ് പേസ്റ്റ് ഉണ്ട്, മോയ്സ്ചറൈസർ, ഷാംപൂ ആൻഡ് കണ്ടീഷണർ, ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത്. ഇത് ബഞ്ചിയാണ്, ബഞ്ചി കോട്ട്സ്. നമുക്ക് എന്തെങ്കിലും കെട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് സർജിക്കൽ ഗ്ലൗസ് എടുത്തിട്ടുണ്ട്, ബിക്കോസ് നമ്മുടെ തണുപ്പുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്ക് ഈ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. നമസ്കാരം. നമ്മുടെ ഇത് കൂടാണ്ട് ഞങ്ങളിപ്പോൾ പാക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കൂടാണ്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്, കുറച്ച് പേപ്പേഴ്സ് നിങ്ങളുടെ കയ്യിൽ വെക്കാനുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബൈക്കിൻ്റെ RC, ബൈക്കിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ RC വേണം, അതിൻ്റെ ഇൻഷുറൻസ് വേണം, ലൈസൻസ് വേണം, പിന്നെ നിങ്ങളുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്. ഈ 4 നിർബന്ധമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണം. ഇത് തന്നെ നിങ്ങൾക്ക് പരിവാഹൻ മുതലായ ആപ്പുകളിൽ നിങ്ങൾക്ക് ചെയ്യാം. ചില പോലീസുകാർ അത് ആക്സെപ്റ്റ് ചെയ്യും, ചിലവർ അത് ആക്സെപ്റ്റ് ചെയ്യില്ല, അപ്പോൾ അത് ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്ന് ഞാൻ പറയുന്നത്, ഒന്ന് നിങ്ങളുടെ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ കപ്പിളായിട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജ് സർട്ടിഫിക്കറ്റ് എടുക്കുക, ആധാർ കാർഡ് എടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ എനി ID എടുക്കുക. എന്തായാലും പുറമേ നിന്നുള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ട് എടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഉള്ളത് നമുക്ക് വേണ്ടത് നമ്മുടെ RT-PCR ടെസ്റ്റ്. ചില സ്റ്റേറ്റ്സിൽ 48 hours വരെയുള്ള RT-PCR മതി, പക്ഷെ ചിലർക്ക് അങ്ങനെ ആവില്ല. അപ്പോൾ അത് നിങ്ങൾ ആദ്യം ഒന്ന് നോക്കിയിട്ട് വേണം അത് തീരുമാനിക്കാൻ. ഈ പാസ് നിർബന്ധമായിട്ട് എടുക്കണം, ഓരോ സ്റ്റേറ്റിൽ കിടക്കുമ്പോഴും എടുക്കണം. ആ സ്റ്റേറ്റ്സിലുള്ള നിയമങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ മെൻഷൻ ചെയ്യാം, ഞങ്ങൾ പോകുമ്പോൾ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് സഹായമാണെങ്കിൽ അതെടുക്കുക. പിന്നെന്താ, പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ATMs അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ക്യാഷിൻ്റെ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇറ്റ് ഇസ് അപ് ടു യു ടു ഡിസൈഡ് എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇത്രയാണ് ഞങ്ങളുടെ പേപ്പേഴ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ബാക്കി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കീഴെ കമൻസിൽ ഇടുകയാണെങ്കിൽ ഞങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ ഞങ്ങൾ സഹായിക്കാം. ഇല്ലെങ്കിൽ ഐ എം വെരി ഷുവർ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഇതുപോലെ ഇങ്ങനെ പോകുന്ന ആൾക്കാർ, കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻസിലിടാവുന്നതാണ്, ഞങ്ങൾക്ക് ആവുന്നതാണെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയാനുള്ളത് റൈഡിങ് ഗിയേഴ്സിനെ കുറിച്ചിട്ടാണ്. റൈഡിങ് ഗിയേഴ്സ് ജാക്കറ്റ്, പാൻറ്റ്, ഹെൽമെറ്റ്, ബൂട്ട്, ഇത്രയും കാര്യങ്ങൾ എന്തായാലും വേണം. പിന്നെ ഞങ്ങൾ വേറൊരു ഇതും കൂടി ഞങ്ങൾ ക്യാരി ചെയ്യണത് ഒരു ID ടാഗാണ്. ID ടാഗ്സ് ആണ്. ID ടാഗ്സ് ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കഴുത്തിൽ തൂക്കിയിടാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ തന്നെ ഞങ്ങളുടെ ഇൻഷുറൻസിൻ്റെ ഞങ്ങളുടെ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ കാർഡ് കൂടി ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇൻ കേസ് ഇതിലെ ബ്ലഡ് ഗ്രൂപ്പ്, നമ്മുടെ എമർജൻസി ഫോൺ നമ്പർ, അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് നിങ്ങൾ ഇതിലിടുന്നത് നല്ലതാണ്, കഴുത്തിലിടുന്നത് നല്ലതാണ്. ഇത്രയാണ് ഞങ്ങളുടെ ഇതുള്ളത്. റൈഡിങ് ഗിയർ, റെയിൻ ഗിയർ ഒക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഇതേപോലെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞങ്ങൾക്ക് അറിയണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം. പിന്നെ കുറച്ച് ടിപ്സ് പറയാനുള്ളതെന്ന് വെച്ചാൽ വെള്ളം ധാരാളം കുടിക്കാൻ വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഡെക്കാത്തലോണിൽ ഈ വാട്ടർ ബാഗ് കിട്ടും വെള്ളം വയ്ക്കാനുള്ളത്. അതിൻ്റെ ഒരു 2 ലിറ്ററിന് എങ്ങാനും വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 പേർക്കും സുഖമായിട്ട് കുടിക്കാവുന്നതാണ്. കഴിയുമ്പോൾ വീണ്ടും നിറച്ചിട്ട് കുടിക്കുക. അപ്പോൾ നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഡീഹൈഡ്രേറ്റഡ് ആവുമെന്നാണ് പറയണത്. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. സോ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ബാക്കി നമുക്ക് നാളെ കാണാം.